Hello students, let us discuss today about the colloids. അപ്പോൾ colloidsന്റെ ഡിസ്കഷന്റെ മുമ്പേ നമുക്ക് നോക്കാം what are the different type of solution. അപ്പോൾ നമുക്ക് സൊല്യൂഷനെ മെയിൻലി 3 ടൈപ്സ് ആയിട്ട് പറയാം. ഏതൊക്കെയാണ്? ട്രൂ സൊല്യൂഷൻ, കൊളോയിഡൽ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. അപ്പോൾ ഈ ട്രൂ സൊല്യൂഷൻ ആയിക്കോട്ടെ, കൊളോയിഡൽ സൊല്യൂഷൻ ആയിക്കോട്ടെ, സസ്പെൻഷൻ ആയിക്കോട്ടെ, ഈ മൂന്ന് ഡിഫറൻസിയേഷൻ നമ്മൾ എന്തിന്റെ മുകളിലാണ് ജനറലി ബേസ് ചെയ്തിട്ട് പറയുക? ബേസ്ഡ് അപ്പോൺ ദ പാർട്ടിക്കിൾ സൈസ്. സൈസ് ഓഫ് ദ പാർട്ടിക്കിളിന്റെ മുകളിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൂന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറ്. അപ്പൊ നമ്മൾ ട്രൂ സൊല്യൂഷൻ പറയുമ്പോൾ ഇൻ ദ കേസ് ഓഫ് ട്രൂ സൊല്യൂഷൻ ദ പാർട്ടിക്കിൾ സൈസ് ഈസ് ജനറലി ലെസ് ദാൻ 1 നാനോമീറ്റർ. എന്തായിരിക്കും ഇവിടെ? പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനെക്കാട്ടിലും കുറവായിരിക്കും. പിന്നെ ഏത് സൊല്യൂഷൻസ് ആയിരിക്കും ജനറലി ട്രൂ സൊല്യൂഷൻസ് ആയി ഫോം ചെയ്യണത്? ദോസ് സൊല്യൂഷൻസ് വിച്ച് ഫോംസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് പ്ലസ് വാട്ടർ. ഇവിടെ നമുക്ക് നോക്കാം, നമുക്ക് എന്താണ് ഈസിലി രണ്ടും എന്താണ് ഡിസോൾവ് ചെയ്യും, ഈസിലി ലയിച്ചിരിക്കും. സോ നമുക്കിത് എന്താണ് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഇതേപോലെ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഗ്ലൂക്കോസും വാട്ടറും കൂടാതെ യൂറിയ പ്ലസ് വാട്ടർ. ഓൾ ദിസ് ഫോംസ് എന്താണ്? ദേ ഫോം എ ട്രൂ സൊല്യൂഷൻ. Or one more point that we can say that in the case of a true solution, it is എന്ത് solution ആണ്? It is a one phase solution. ഒരു phase തന്നെയാണുള്ളത് since it is forming a homogeneous mixture. Now coming to the colloidal solution, in the case of colloidal solution, the particle size is in between 1 nanometer to 1000 nanometer and it forms എന്താണ്? It forms a heterogeneous mixture. കൊളോയിഡൽ സൊല്യൂഷൻസ് ഫോം എന്താണ്? ഒരു ഹെട്രോജിനസ് മിക്സ്ചേഴ്സ് ആണ് ഫോം ചെയ്യുക. ഇനി ജനറലി എന്നാണ് പറയുന്നത്, എല്ലാ കേസിലും ഉണ്ടാവണം എന്നില്ല. ജനറലി എന്തായിരിക്കും? ഇറ്റ് ഫോംസ് എ മൾട്ടി ഫേസ് ആണ് കൊളോയിഡൽ സൊല്യൂഷൻ. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക വെച്ചാൽ ഗോൾഡ് പ്ലസ് വാട്ടർ, ഗോൾഡ് പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കൊളോയിഡൽ സൊല്യൂഷൻ. സിമിലർലി സ്റ്റാർച്ച് ഇൻ വാട്ടർ, അതൊക്കെ എന്താണ്? നമ്മുടെ colloidal. Starch powder in water, ഇതെല്ലാം നമ്മുടെ എന്താണ്? It is a colloidal solution. Now coming to the suspension, particle size എന്തായിരിക്കും? 1000 നാനോമീറ്ററിനെക്കാട്ടിലും ഗ്രേറ്റർ ആവുമ്പോഴാണ് അത് എന്ത് ഫോം ചെയ്യുക? സസ്പെൻഷൻ ഫോം ചെയ്യുക. അപ്പൊ സസ്പെൻഷന്റെ കേസിൽ എന്തായിരിക്കും? നമുക്ക് നമ്മുടെ ട്രൂ സൊല്യൂഷൻ പറയുമ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്, പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കില്ല. കൊളോയിഡൽ സൊല്യൂഷൻ പറയുമ്പോൾ എന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. പാർട്ടിക്കിൾസിനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും in the presence of light we can see. But in the case of suspension, the particle size is so much large that the particles in the suspension can be seen even with എന്താണ്? Can be seen even with naked eye. നമുക്ക് സാധാരണ പോലെ നോക്കുമ്പോൾ എന്താണ്? നമുക്ക് പാർട്ടിക്കിൾസ് കാണാം. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക വെച്ചാൽ എന്താണ്? സസ്പെൻഷൻ ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ഇൻ വാട്ടർ. It is an example for suspension. So ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു സെക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഏതിനെ കുറിച്ചിട്ടാണ്? കൊളോയിഡൽ സൊല്യൂഷൻ. സോ നമുക്കൊരു ട്രൂ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ട്രൂ സൊല്യൂഷനിൽ നമ്മൾ എന്താ പറയാറ്? സൊല്യൂട്ട് ആൻഡ് സോൾവെന്റിനാണ് പറയാറ്. ഈ ഒരു കൊളോയിഡൽ സൊല്യൂഷന്റെ കേസിൽ എടുക്കുമ്പോൾ, കൊളോയിഡൽ സൊല്യൂഷന്റെ കേസിൽ നമ്മൾ പറയുക, what is that? The components in a colloidal solution are the dispersed phase and what is that? Dispersion medium. Solute solvent പറയണ പോലെ കൊളോയിഡൽ കേസിൽ പറയാ dispersed phase and dispersion medium. Dispersion medium പറഞ്ഞാൽ എന്തിലാണോ നമ്മൾ ലയിപ്പിക്കുന്നത് അതിനെയാണ് dispersion medium. എന്ത് സബ്സ്റ്റൻസ് ആണോ നമ്മൾ ലയിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? dispersed phase എന്ന് പറയാ. ഇനി both this dispersed phase and dispersion medium can be എന്താവാം? solid ആവാം, they can be liquid ആവാം, or even they can be what? They can be gas. So we can say that depending upon the physical state of two phases, dispersed phase ഉം dispersion medium ന്റെ physical state നെ മേളിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് കൊളോയിഡൽ സൊല്യൂഷൻ കിട്ടാം. പക്ഷെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ dispersed phase ഉം ഗ്യാസ് ആണ്, നമ്മുടെ dispersed phase ഉം ഗ്യാസ് ആണ്, നമ്മുടെ dispersion medium ഗ്യാസ് ആണ്. രണ്ടും നമ്മുടെ ഗ്യാസ് ആണ് വെച്ചാൽ അവിടെ എന്തായിരിക്കും? ഒരു കൊളോയിഡൽ സൊല്യൂഷൻ അല്ല ഫോം ചെയ്യുക. എന്തായിരിക്കും ഫോം ചെയ്യുക? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും ഫോം ചെയ്യുക. കാരണം എന്താണ്? നമ്മൾ രണ്ടും ഗ്യാസസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഈസിലി രണ്ടും ഡിഫ്യൂസ് ചെയ്തിട്ട് ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ ആണ് ഫോം ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷന്
if they have a fluid-like appearance. Colloidal solution, a fluid-like appearance in the we call it as what? We call it as sols. So the colloidal solutions having a fluid-like appearance are called എന്താണ് sols. ഇനി ഈ sols എന്ന് പറയുമ്പോൾ സോൾസിന്റെ കേസിൽ generally dispersion medium എന്തായിരിക്കും? It will be liquid. So you remember this point. The colloidal solutions having a fluid-like appearance are known as sols, and sols എന്തായിരിക്കും? Generally dispersion medium എന്തായിരിക്കും? Liquid ആയിരിക്കും. So നമുക്ക് based on the dispersion medium നമുക്ക് name of the colloid പറയാം. ഇപ്പോൾ for example നമ്മുടെ dispersion medium എന്ന് പറയുന്നത് നമ്മുടെ water ആണ്. നമ്മൾ ലയിപ്പിക്കുന്ന മീഡിയം വാട്ടർ ആണ് വെച്ചാൽ നമ്മൾ കൊളോയിഡിനെ പറയുക hydrosols. It is known as hydrosol. Now, if the dispersion medium is alcohol, we call it as alcosols. And if the dispersion medium is gases, we call it as we call it as aerosols. Hope it is clear. അപ്പോൾ നമുക്ക് different types of colloidal solution ഇതിന്റെ മുകളിൽ ബേസ് ചെയ്ത് ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ dispersed phase solid ആണ്. ഇവിടെ നമ്മുടെ dispersed phase solid ആണ്. Dispersion medium solid ആണ് വെച്ചാൽ നമ്മൾ അതിനെ എന്താ പറയുക? We call it as solid sol. Now let us see what are the classification of colloids. So the classification of the colloid is based on the physical state of ഏതാണ്? Dispersed phase and dispersion medium. So നമ്മുടെ first category of classification നോക്കുക. നമുക്ക് colloidsനെ എങ്ങനെ classify ചെയ്യാം? Based on the interaction between the dispersed phase and dispersion medium. So based on the interaction between the dispersed phase and the dispersion medium, the colloidal solutions are of two types. That is lyophilic and lyophobic. So നമുക്ക് നോക്കാം. ലയോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ലയോ മീൻസ് എന്താണ്? സോൾവെന്റ് ആണ്. ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് ലവിങ്. സോ ഫസ്റ്റ് വൺ എന്താണ്? ലയോഫിലിക് മീൻസ് ഇറ്റ് ഈസ് സോൾവെന്റ് ലവിങ്. സോൾവെന്റ് ലവിങ് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻ ദിസ് കേസ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ എന്തായിരിക്കും? വളരെ കൂടുതൽ അഫിനിറ്റി ഉണ്ടാവും. They will have a what? They will have a greater affinity. ഇനി ഇങ്ങനത്തെ ലയോഫിലിക് സോൾസ് എന്താണ്? കൂടുതൽ സ്റ്റേബിൾ ആണ്. നമുക്ക് ഡിഫറൻസിയേഷൻ നോക്കുമ്പോൾ കാണാം. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുക നമുക്ക് ലയോഫിലിക് സോളിന്റെ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഗം, സിമിലർലി സ്റ്റാർച്ച്, പ്രോട്ടീൻ, all these are example for what? Lyophilic. ഇനി ലയോഫോബിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോബിക് മീൻസ് എന്താണ്? ഇറ്റ് ഈസ് സോൾവെന്റ് ഹേറ്റിംഗ്. സോൾവെന്റ് ഹേറ്റിംഗ്. So in the case of lyophobic, solvent hating പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയത്തിൽ അഫിനിറ്റി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് let us see what is the difference between the two. So നമ്മൾ പറഞ്ഞു lyophilic means there is a greater interaction or affinity between the dispersed phase and the dispersion medium. ഇനി these lyophilic sols are known as എന്താണ്? Reversible sol. Why they are known as reversible sol? Because നമുക്കിപ്പോൾ ഒരു ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ, ഡിസ്പേർഷൻ മീഡിയത്തിൽ ഒരു സോളിഡോ അല്ലെങ്കിൽ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് നമ്മൾ ഡിസോൾവ് ചെയ്ത് വിചാരിക്കാം. നമുക്കത് ആഫ്റ്റർ ഇവാപ്പറേഷൻ ഇല്ലെങ്കിൽ ബൈ സിംപ്ലി അജിറ്റേറ്റിംഗ് നമുക്ക് തിരിച്ച് അതിനെന്താണ് എടുക്കാൻ പറ്റും. എന്താണോ നമ്മൾ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൈ ദേ ആർ നോൺ ആസ് എന്താണ്? റിവേഴ്സിബിൾ സോൾ. വേറെസ് ലയോഫോബിക് പറയുമ്പോൾ രണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണ്. എഗെയിൻ എന്താണ്? നമുക്കത് ഈസിലി എന്താണ്? അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ കോആഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇറിവേഴ്സിബിൾ ആണ്. ആ പ്രസിപ്പിറ്റേറ്റ് സ്റ്റേറ്റിന് ബാക്ക് നമുക്ക് എന്തായിരിക്കും? കൊളോയിഡൽ സ്റ്റേറ്റിൽ നമുക്ക് കൊണ്ടുവരാനോ സാധിക്കില്ല. ഈ ലയോഫിലിക് എന്ന് പറയുമ്പോൾ എന്താണ്? റിവേഴ്സിബിൾ സോൾസ് ആണ്. വളരെ സിമ്പിൾ ആയ മെത്തേഡ് കൊണ്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ലയോഫിലിക് സോൾസിനെ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ലയോഫോബിക് സോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഉള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് ലയോഫോബിക് സോൾസ് ഉണ്ടാക്കാൻ പറ്റില്ല. ലയോഫോബിക് സോൾസ് ഉണ്ടാക്കാൻ അതിന് പ്രത്യേകമായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ജനറലി രണ്ട് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കാറ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ലയോഫോബിക്. ദാറ്റ് ഈസ് ദ കണ്ടൻസേഷൻ മെത്തേഡ് ആൻഡ് ദ dispersion method. What are the two methods for the preparation of lyophobic? Condensation method and dispersion method, which we will discuss later on. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലയോഫിലിക് സോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സ്റ്റേബിൾ ആണ്. ദേ ആർ എന്താണ്, സെൽഫ് സ്റ്റേബിലൈസ്ഡ്. ഇത് നമുക്ക് സാധാരണ ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ വേയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് they are എന്താണ്, they are self stabilized or stable solution. whereas ലയോഫോബിക്കിന്റെ കേസിൽ പറയുമ്പോൾ ലയോഫോബിക് നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇവിടെ എന്താണ്, these lyophobia soils are unstable and thus അത് സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് വേണ്ടത്, അതിനെ സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് we require some stabilizers. hope these two differentiation is clear. ഈ മൂന്നെണ്ണം കൂടാതെ നമുക്ക് കുറെ പോയിന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പോയിന്റും കൂടി പറയാം. ഇവിടെ ലയോഫിലിക് സോൾസിന്റെ കേസിൽ പാർട്ടിക്കിൾസ് ആർ ഹൈഡ്രേറ്റഡ്. ലയോഫിലിക് സോൾസിന്റെ കേസിൽ എന്ത് പറയാം, ഒരു പോയിന്റും കൂടി ഡിസ്കസ് ചെയ്യാം, പാർട്ടിക്കിൾസ് ആർ ഹൈഡ്രേറ്റഡ്. whereas ലയോഫോബിക് എന്ന് പറയുമ്പോൾ എന്താണ്, പാർട്ടിക്കിൾസ് ആർ നോട്ട് ഹൈഡ്രേറ്റഡ്. in the case of ലയോഫോബിക് particles are not hydrated in the case of ലയോഫോബിക് സോൾ. ഇനി അതേപോലെ ഒന്നും കൂടി നമുക്ക് എന്ത് പറയാം, നമുക്ക് ജനറലി ലയോഫിലിക് സോൾസ് എന്താണ്, ഓർഗാനിക് മെറ്റീരിയൽസ്, സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ അങ്ങനത്തെ ഓർഗാനിക് മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാറ്, നമ്മുടെ ലയോഫിലിക് സോൾസ്. whereas in the case of ലയോഫോബിക് പറഞ്ഞാൽ ജനറലി ഇൻഓർഗാനിക് മെറ്റൽസ് such as ലയോഫോബിക് സോൾസ് എങ്ങനെയാണ്, ജനറലി ഇൻഓർഗാനിക് മെറ്റീരിയൽസ്. ഇൻഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, മെറ്റൽ സൾഫൈഡ്, മെറ്റൽ ഹൈഡ്രോക്സൈഡ് എക്സെട്ര വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടാറ്, ലയോഫോബിക് സോൾസ് കിട്ടാറ്. സോ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം കഴിഞ്ഞു, വിച്ച് ഈസ് ലയോഫിലിക് ആൻഡ് ലയോഫോബിക്. Let us see the second type of classification. The second type of classification is based upon the nature of particles. നമ്മൾ പറഞ്ഞു കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ജനറലി പാർട്ടിക്കിൾ സൈസ് എന്താണ്, 1 nanometer to 1000 nanometer in between ആണ് വരിക. So based on the nature of particle size, the first classification is the multimolecular colloid. ഈ multimolecular colloidന്റെ ഡെഫിനേഷന്റെ മുമ്പിലേക്ക് പോണതിന്റെ മുമ്പ് നമുക്ക് നോക്കാം. നമുക്കൊരു ഗോൾഡ് പാർട്ടിക്കിൾ ഉണ്ട്, ഇതേപോലെ അടുത്ത ഗോൾഡ് പാർട്ടിക്കിൾ ഉണ്ട്. ഈ ഗോൾഡ് പാർട്ടിക്കിൾസ് എല്ലാം കൂടി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ, എല്ലാ ഗോൾഡ് പാർട്ടിക്കിൾസും അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്തായിരിക്കും, ദേ ഫോം എ ബിഗർ മോളിക്യൂൾ. സിമിലർലി നമ്മൾ സൾഫറിന്റെ എടുക്കാം, ഇതേപോലെ S8 കുറേ S8 സൾഫർ മോളിക്യൂൾസും കൂടിയും അടുത്ത് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, they form a bigger molecule. It is known as എന്താണ്, multimolecular colloid. So in this type of colloid, particles are aggregate പറഞ്ഞാൽ എന്താണ്, ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ കൂട്ടം കൂടിയിട്ട് എങ്ങനെ, atoms or small molecules with molecular size less than 1 nanometer. ഇപ്പോൾ ഒരു ഗോൾഡ് പാർട്ടിക്കിൾ എടുത്താൽ ഇതിന്റെ സൈസ് എന്തായിരിക്കും, less than 1 nanometer ആയിരിക്കും. അടുത്ത ഗോൾഡ് പാർട്ടിക്കിൾ എന്തായിരിക്കും, 1 nanometer ആയിരിക്കും. അടുത്ത ഗോൾഡ് പാർട്ടിക്കിൾ എന്തായിരിക്കും, less than 1 nanometer ആയിരിക്കും. ഇനി ഇതെല്ലാം ഒരുമിച്ച് വന്ന് ചേരുമ്പോഴാണ് അത് എന്ത് ഫോം ചെയ്യണത്, ഒരു ലാർജർ കൊളോയിഡൽ പാർട്ടിക്കിൾ ഫോം ചെയ്യുന്നത്, which has a size greater or in between 1 nanometer to 1000 nanometer. It is known as എന്താണ്, multimolecular colloid. ഈ multimolecular colloidലെ എങ്ങനെയാണ്, they are held together by what? They are held together by van der Waals forces. അപ്പൊ ഇവിടെ എന്താണ്, സിംഗിൾ പാർട്ടിക്കിൾസ് ഒരുമിക്കുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുക, ഒരു ബിഗർ പാർട്ടിക്കിൾ ഫോം ചെയ്യുക. ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്, മൾട്ടിമോളിക്കുലർ കൊളോയിഡ്. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കുക. സെക്കൻഡ് ടൈപ്പ് ഈസ് മാക്രോമോളിക്കുലർ കൊളോയിഡ്. മൾട്ടിമോളിക്കുലർ പഠിച്ചതിന്റെ നേരെ തിരിച്ച് ഇവിടെ എന്താണ്, ഓൾറെഡി പാർട്ടിക്കിളിന് എന്തുണ്ട്, ഒരു വലിയ സൈസുള്ള പാർട്ടിക്കിൾ ആണ്. ചെറിയ പാർട്ടിക്കിൾസ് കൂടുതലല്ല, ഇവിടെ എന്താണ്, ഓൾറെഡി കൊളോയിഡൽ ഡയമെൻഷൻസ് ഉള്ള വലിയ പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവാറ്. അപ്പൊ നോക്കുക, in the case of macromolecular colloid, the colloidal particles are themselves large molecule having colloidal dimension. ആദ്യം തന്നെ എന്താണ്, ഒരു കൊളോയിഡൽ ഡയമെൻഷൻ ഉള്ള വലിയ പാർട്ടിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത്, മാക്രോമോളിക്കുലർ കൊളോയിഡ്സിൽ ഉള്ളത്. മൾട്ടിമോളിക്കുലറിൽ എന്താണ്, ചെറിയ പാർട്ടിക്കിൾസ് കൂടിയിട്ട് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തിട്ടാണ് വലിയ പാർട്ടിക്കിൾ ഫോം ചെയ്യുന്നുണ്ടായിരുന്നേ. മാക്രോമോളിക്കുലർ തിരിച്ചെന്താണ്, ആദ്യം തന്നെ കൊളോയിഡൽ ഡയമെൻഷനിൽ വലിയ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ പറയാച്ചാ, നമുക്ക് നാച്ചുറലി ഒക്കറിംഗ് മാക്രോമോളിക്കുലർ കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് സ്റ്റാർച്ച്, പ്രോട്ടീൻ, സെല്ലുലോസ്. ദീസ് ആർ ഓൾ മാക്രോമോളിക്കുലർ കൊളോയിഡ്സ്. സെല്ലുലോസ്, ഓൾ ദീസ് ആർ എന്താണ്,
നാച്ചുറലി ഒക്കറിങ് മാക്രോമോളിക്യൂൾസ്. ഇനിയെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാക്രോമോളിക്കുലറിന്റെ എക്സാമ്പിൾ നോക്കുക വെച്ചാൽ ഫോർ ആർട്ടിഫിഷ്യൽ മാക്രോമോളിക്കുലർ വി ഹാവ് പ്ലാസ്റ്റിക്സ്, നൈലോൺ, polyethylene etc. Hope macromolecular colloids എന്താണെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ കാറ്റഗറി നോക്കാം, അസോസിയേറ്റഡ് കൊളോയിഡ്. നമുക്കുള്ളൊരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. നമ്മളിപ്പോൾ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഈ സൊല്യൂഷൻ എന്താണ്? ലോ കോൺസെൻട്രേഷനിലാണ് ഉള്ളത്. സോ ലോ കോൺസെൻട്രേഷനിൽ നമ്മൾ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സൊല്യൂഷൻ എടുക്കുമ്പോൾ അതെന്തായിരിക്കും? സാധാരണ ഒരു ഇലക്ട്രോലൈറ്റ് പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി വിചാരിക്കുക. നമ്മൾ എന്താണ് നമ്മുടെ എടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടി, അതെന്താണ് ഹയർ കോൺസെൻട്രേഷൻ ആക്കി. ഇൻ ദ കേസ് ഓഫ് ഹയർ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഇതിലുള്ള പാർട്ടിക്കിൾസ് എന്താണ്? they will come together and thus they will behave as എന്താണ്? colloidal solution. This is known as എന്ത് colloids ആണ്? associated colloids. So at low concentration generally അത് എങ്ങനെയായിരിക്കും? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇല്ലെങ്കിൽ എന്തിനെ പോലെ ബിഹേവ് ചെയ്യും? ഒരു ട്രൂ സൊല്യൂഷനെ പോലെ ബിഹേവ് ചെയ്യും. അപ്പൊ അസോസിയേറ്റഡ് കൊളോയിഡ്സിൽ നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ എന്തായിരിക്കും? ദ പാർട്ടിക്കിൾസ് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്ത് അല്ലെങ്കിൽ ഒരു കട്ട കുത്തണ പോലെ അടുത്ത് വന്നിട്ട് എന്ത് ഫോം ചെയ്യും? അസോസിയേറ്റഡ് മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യും. ആൻഡ് ദേ ആർ നോൺ ആസ് എന്താണ്? അസോസിയേറ്റഡ് കൊളോയിഡ്സ്. സോ ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. മൾട്ടി മോളിക്കുലറിന്റെ കേസിൽ പറഞ്ഞു ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണ്, കൊളോയിഡൽ ഡയമെൻഷൻ അല്ല. അതെല്ലാം കൂട്ടം കൂടിയിട്ടാണ് ഒരു ഹയർ മോളിക്കുലർ മാസ് ഫോം ചെയ്യുന്നത്. മാക്രോ മോളിക്കുലറിൽ എന്താണ്? ഓൾറെഡി ഹയർ കൊളോയിഡൽ ഡയമെൻഷൻ ഉള്ള പാർട്ടിക്കിൾസ് ആണ്. അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോവർ കോൺസെൻട്രേഷനിൽ സാധാരണ ട്രൂ സൊല്യൂഷനോ അല്ലെങ്കിൽ നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോഴാണ് എന്ത്? ദേ കം ടുഗെദർ ആൻഡ് ഫോം ആൻ അഗ്രിഗേറ്റ്. ദിസ് ഈസ് നോൺ ആസ് അസോസിയേറ്റഡ് കൊളോയിഡ്. സോ അസോസിയേറ്റഡ് കൊളോയിഡ്സിൽ എന്താണ്? These are certain substances which behave as normal strong electrolyte at low concentration, but at higher concentration എന്താണ്? They form a aggregate particles and forms എന്താണ്? Forms a colloidal solution. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ കേസിൽ നമുക്ക് പറയാം ഇങ്ങനത്തെ പാർട്ടിക്കിൾസ് അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ കേസിൽ in the case of associated colloids the particles aggregate together. Particles എന്താണ്? higher concentration le the particles aggregate together and thus results in the form of what the aggregated particles are called as micelles. എന്താണ് നമ്മൾ ഈ aggregate particles നെ പറയാ? ഇതിനെ പറയാ micelles. ഇത് important ആണ്. micelles formations ഉം micelles നോക്കാം. So in the case of associated colloids at higher concentration particles aggregate together resulting in the formation of micelles. ഇനി micelles ഇല്ലെങ്കിൽ associated colloidsന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്? It is soaps and detergents. What are the examples for associated colloids or micelles? It is soaps and detergents. ഇനി നമുക്ക് ഈ micelles എന്താണ് ഡീറ്റെയിൽ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ മിസലെ ഫോർമേഷൻസ് അല്ലെങ്കിൽ മിസൽസ് എന്താണ്? at higher concentration ആണ് എന്ത് ഫോം ചെയ്യുന്നത്? അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസലെ ഫോർമേഷൻ നടക്കുന്നത്. So we can say that the concentration above which the micelle formation takes place is known as എന്താണ്? CMC. What is this CMC? It is the critical micellization constant. Concentration, sorry, it is the critical micellization concentration. അപ്പോൾ എന്താണ് CMC ചോദിച്ചാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? The formation of micelle takes place above a certain concentration which is called as എന്താണ്? CMC. Similarly ഇതിൽ ഓർത്ത് വെക്കേണ്ട വേറൊരു പോയിന്റ് ആണ് the Kraft temperature. എന്താണ് the Kraft temperature? The temperature above which the micelle formation takes place is known as എന്താണ്? Kraft temperature. The temperature above which the micelle formation takes place is known as എന്താണ്? Our Kraft temperature. So ഈ രണ്ട് പോയിന്റ് ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞു what are micelles പറഞ്ഞു? Micelles may be defined as the cluster or aggregated particles formed by എന്താണ്? Formed by the association colloids in solution. ഇനി എപ്പോഴാണ് ആ ഒരു ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഹൈ കോൺസെൻട്രേഷനെ നമ്മൾ എന്താ പറയാ?
CMC. Above this concentration, micelle formation takes place, and the temperature above which the micelle takes place is known as endana Kraft temperature. Now let us see what is the mechanism for this micelle formation. Let us see what is the mechanism for this micelle formation. നമ്മൾ പറഞ്ഞു മിസലേസിന്റെ മെയിൻലി എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ ലയോഫിലിക്കും നമ്മുടെ ഏതാണ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് ആണ്. ലെറ്റ് us take an example. നമുക്കൊരു സോപ്പിന്റെ എക്സാമ്പിൾ എടുക്കാം. സോഡിയം ഓലിയേറ്റ്. എന്താണ് എക്സാമ്പിൾ? സോഡിയം ഓലിയേറ്റ്. ഇത് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് C17H32COO minus Na+. ഇതാണ് നമ്മുടെ സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്. ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. ഈ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളിൽ നോക്കുക. മിസലേസിന്റെ കേസിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ലയോഫിലിക് എൻഡും ഒന്ന് എന്താണ് ലയോഫോബിക് എൻഡ്. നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? We can represent it this type, where this one is our endana hydrophobic illengil endana lyophobic part. Tail part aanu nammade hydrophobic illengil endana lyophobic part. Idilte edayirikkum nammade tail part? This hydrocarbon part is our endana tail part. This is our tail part. And this one ee head aayittu varunathu, this is our which part? This is our ഹൈഡ്രോഫിലിക് പാർട്ട്. ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും? ലയോഫിലിക് പാർട്ട്. ഇവിടെ ഏതായിരിക്കും നമ്മുടെ വരിക? ദിസ് വൺ. ഇറ്റ് ഈസ് അവർ എന്താണ് COO മൈനസ് പാർട്ടാണ് വരിക. ഇനി ഇവിടെ നോക്കുക. ഈ ലയോഫോബിക് എൻഡ് വൈൽ ദിസ് വൺ എന്താണ് നമ്മൾ പറഞ്ഞ ഹൈഡ്രോഫിലിക് ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലയോഫിലിക്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ബിലോ ക്രിട്ടിക്കൽ മിസലൈസേഷൻ കോൺസ്റ്റന്റ് ആണ്. ബിലോ CMC ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലോ കോൺസെൻട്രേഷൻ ആണ് വെച്ചാൽ ഈ ഒരു പാർട്ടിക്കിൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബിഹേവ് ആസ് എ നോർമൽ ഇലക്ട്രോലൈറ്റ്. നമ്മൾ അസോസിയേറ്റഡ് കൊളോയിഡ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഇറ്റ് വിൽ ബിഹേവ് ആസ് എ നോർമൽ ഇലക്ട്രോലൈറ്റ്. ആൻഡ് എന്തായിരിക്കും? അയനൈസസ് ടു ഗീവ് Na+ ആൻഡ് എന്തായിരിക്കും? C17H33COO മൈനസ് ആയിട്ട് എന്ത് ചെയ്യും? അയനൈസ് ചെയ്യും. എപ്പോ? ബിലോ CMC. ഇനി നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹയർ കോൺസെൻട്രേഷനിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? നമ്മുടെ മിസലെ ഫോർമേഷൻ ഫോം ചെയ്യുന്നത്. സോ വെൻ ദ കോൺസെൻട്രേഷൻ ഈസ് ഇൻക്രീസ്ഡ് ഓർ അറ്റ് ഹയർ കോൺസെൻട്രേഷൻ ഓർ above this critical mineralization concentration എന്തായിരിക്കും? ഈ ഹൈഡ്രോഫോബിക് പാർട്ട് സ്റ്റാർട്ട്സ് ഗോയിങ് അവേ ഫ്രം ദ സോൾവെന്റ് ആൻഡ് ആർ മെയ്ഡ് ടു അപ്രോച്ച് ഈച്ച് അതർ. ഈ ഒരു പാർട്ട് നമ്മൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ സോൾവെന്റിന് മാറിയിട്ട് എന്തായിരിക്കും? they will move towards each other. Whereas ഈ പാർട്ട് ഇതെന്താണ്? നമ്മുടെ ഹൈഡ്രോഫിലിക് പാർട്ട് ഇല്ലെങ്കിൽ എന്താണ്? ദ പോളാർ എൻഡ്. ഈ പോളാർ എൻഡ് എന്തിന്റെ ഒപ്പം ബന്ധപ്പെടാൻ തുടങ്ങും? the polar end tries to interact with the solvent. So നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? നമ്മുടെ പോളാർ എൻഡ് ഇതാണ് നമ്മുടെ സോൾവെന്റ്. ഇതാണ് നമ്മുടെ സോൾവെന്റ് വിചാരിക്കുക. സോൾവെന്റിൽ എന്തായിരിക്കും? ഈ പോളാർ പാർട്ട് സോൾവെന്റിനോട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും. ദിസ് വൺ പോളാർ പാർട്ട് സോൾവെന്റിനോട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും. വെറസ് നമ്മുടെ ഹൈഡ്രോഫോബിക് ഇല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് പാർട്ട് എന്താണ്? സോൾവെന്റിന് മാറി നിൽക്കാൻ തുടങ്ങും. സോ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് നമുക്ക് എന്താണ് ഇവിടെ നോക്കുക? ഒരു വലിയ അഗ്രിഗേറ്റ് ഓഫ് പാർട്ടിക്കിൾ കിട്ടി. വേർ ദ ഹൈഡ്രോഫിലിക് ഇല്ലെങ്കിൽ പോളാർ എൻഡ് എന്താണ്? ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ സോൾവെന്റ്, whereas the hydrophobic part is moving away from the solvent, resulting in the formation of എന്താണ്? ഒരു വലിയ ബിഗർ ആയിട്ടുള്ള ഒരു അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസ് ഫോം ചെയ്തു അല്ലേ? ഈ ക്ലസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഇറ്റ് ഈസ് നോൺ ആസ് അവർ എന്താണ്? മിസലെ. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് എന്തിൽ ഉപയോഗിക്കാറ്? ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പിലും ഉപയോഗിക്കാറ്. സോ ഇതേപോലെ തന്നെ നമ്മുടെ മിസലെ ഫോർമേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? We can also explain about the cleaning action of soap. So other examples of miscellany എന്തായിരിക്കും നമ്മുടെ? For example, sodium stearate. Sodium stearate നമുക്ക് എങ്ങനെ represent ചെയ്യാം? CH3CH2 16 times COO minus Na+. Sodium stearate is also an example for what? It is also an example for miscellany. Hope this much things are clear. Thank you.